നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഇന്ത്യൻ വുമൻസ് ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോ ആയിട്ട് ഞാൻ നേപ്പാളിൽ അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടീം ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യുമല്ലോ, ക്യാപ്റ്റൻ ഇത്, ടീം മെമ്പേഴ്സ്, പ്ലേയേഴ്സിൻ്റെ പേര്, കോച്ച് ഇത്, ഫിസിയോ. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ പേര് ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും സെക്കൻഡ് ഡേ ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം അല്ലേ? അതെ. ബാംഗ്ലൂരാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പം ആ ഒരു കാലത്ത് ഈ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്ന ഒരു ട്രെൻഡാണല്ലോ. അപ്പം അതിനകത്തുനിന്ന് അവർക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടും. അപ്പം എൻ്റെ ബ്രദർ കുറേ പേർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊന്നായി ഞാനും. അപ്പോൾ സിസ്റ്ററിന് കമ്മീഷൻ മേടിച്ചു. സർപ്രൈസ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ബാംഗ്ലൂരിലെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. പിക്ക് ചെയ്യാൻ വന്നത് ഈ കമ്മീഷനകത്തുനിന്ന് മേടിച്ച ഒരു പൾസർ ബൈക്കിലാണ്. അതായത് സ്വന്തം അച്ഛൻ്റെ നിന്ന് തന്നെ കമ്മീഷൻ അടിച്ചു പറ്റി. അതിപ്പോഴും പറഞ്ഞ കളിയാക്കാറുണ്ട്. ഇപ്പം സെൽഫ് കെയർ ഒരുപാട് പേര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പം ട്രിവാൻഡ്രത്തിന് എത്രയോ വെൽനസ് സെന്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹോം കെയർ പ്രോഡക്ട്സ് ഇറക്കി. ഇന്ത്യൻ ഫുട്ബോൾ ടീം, ISL ക്ലബ്സ്, അതുപോലെ ഒട്ടുമിക്ക എല്ലാ ലീഡിങ് ടീംസും നമ്മുടെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഫിസിയോസിൽ ഇപ്പോഴും ഉണ്ട് പല ഫിസിയോസും പഴയ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. നമുക്കത് മാറണം. അത് ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്, ഒരുപാട് എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട് അല്ലേ? അപ്ഡേറ്റഡ് ആവണം. അപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ HOD ആയിരുന്നു 3 years. അപ്പം അവിടെയാണെങ്കിലും നേരത്തെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണെങ്കിലും ശരി, പൊതുവേ ഫിസിയോസ് എന്ന് പറഞ്ഞ ഒരു വിലയില്ല. പക്ഷേ ഞാനവിടെ സ്ട്രഗിൾ ചെയ്യും. എനിക്ക് ആ ഒരു വാട്ട് വി ആർ എന്നത് പ്രൂവ് ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാവരും ഫിസിയോ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു പൊസിഷനിലേക്ക് മാറണം.